അതിർത്തിയിലെ പ്രശ്നം. ചൈന ഒരു പ്രൊപ്പോസൽ വെച്ച് അത് പബ്ലിക്കായി SCO മീറ്റിങ്ങിനിടയ്ക്ക് സൈഡ് ലൈൻസിലുള്ള സംസാരമായിട്ട് അതിർത്തി തർക്കം അവിടെ നിൽക്കട്ടെ, നമുക്ക് ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാം. അത് നല്ല പ്രപ്പോസലാണെന്ന് ഞാൻ വരെ വിചാരിച്ചു. കാരണം ഇത് സംഗതി മുന്നോട്ട് പോകണമല്ലോ, ഡെഡ് ലോക്കായി കിടന്നത് ശരിയാവില്ല. അതുകൊണ്ട് അതിർത്തി അതുപോലെ നിർത്തിയിട്ട് സ്റ്റാറ്റസ്കോ നിലനിർത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഭാരതം അത് പറ്റില്ല എന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പത്രക്കുറിപ്പ് വന്നു, അതിർത്തി തർക്കം നിലനിർത്തിയിട്ട് ട്രേഡിന് ഞങ്ങൾ തയ്യാറല്ല. ട്രേഡ് ബെറ്റർ ആവണമെങ്കിൽ അതിർത്തി തർക്കം അവസാനിക്കണം. ഈ പാകിസ്ഥാനോട് നമ്മൾ പറഞ്ഞല്ലോ, ടെററിസവും ചർച്ചയും ഒരുമിച്ച് പോകില്ല, രക്തവും ചോരയും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. അതുപോലെ ചൈനയോട് പറഞ്ഞു, അതിർത്തി തർക്കവും ട്രേഡും ഒരുമിച്ച് നടക്കില്ല. ഈ SCO മീറ്റിങ്ങിന് നടുക്കാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒഫീഷ്യൽ ഇത് വരുന്നത്. SCO മീറ്റിങ്ങിൽ മോഡി എന്തായിരുന്നു, മോദിയോട് ആരും ഇത് പറഞ്ഞിട്ടില്ല, മോദി അതുകൊണ്ട് റിയാക്ട് ചെയ്തില്ല. ബട്ട് അവിടെ നടന്ന സംസാരത്തിൻ്റെ പുറത്ത് ഭാരതത്തിൻ്റെ ഒഫീഷ്യൽ റിയാക്ഷൻ വന്നു, നടക്കില്ല. ദിസ് ഈസ് ദ സ്ട്രെങ്ത് വിത്ത് വിച്ച് വി ആർ ഡീലിംഗ് വിത്ത് ചൈന. അല്ലാതെ 62 പോലെ അടികൊണ്ട് ഓടുമ്പോൾ എന്നാൽ പിന്നെ അത് ചേട്ടൻ തന്നെ എടുത്തോ എന്നൊക്കെ പറയുന്ന പരിപാടിയല്ല.